ഇതാണ് ലൂമിയോ വിഷൻ 7 സ്മാർട്ട് 4K QLED TV. എൻ്റെ അമ്മേ, ലൂമിയോ എന്ന് പറഞ്ഞ ബ്രാൻഡ് നിങ്ങൾ ആരും കേട്ടാണല്ലോ. ഇതൊരു പുതിയ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എടുക്കാൻ പേടിയുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ആ പേടിയുണ്ടായില്ല. കാരണം ഇത് എടുത്തു കഴിഞ്ഞാണ് ഇതൊരു പുതിയ ബ്രാൻഡാണെന്ന് ഞാൻ അറിയുന്നത്. ചുമ്മാ പറഞ്ഞാൽ അതല്ല. ലൂമിയോ എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മുടെ ഷവോമിയിലെ എംപ്ലോയീസ് ഇറങ്ങിയിട്ട് തുടങ്ങിയ ഒരു ബ്രാൻഡാണ്. അതുകൊണ്ടല്ല ഞാൻ ഈ TV എടുത്തത്. ഈ TV എടുക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സോഫ്റ്റ്വെയറാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ സ്മാർട്ട് TV ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. അപ്പം അതിൻ്റെ ഒരു മെയിൻ പ്രധാന പ്രശ്നം നിങ്ങളിതിൽ ആഴത്തിൽ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ലാഗിയാണ്, സ്റ്റട്ടറാണ്. അതുപോലെ തന്നെ ആപ്പ് ഓപ്പണിങ് ക്ലോസിങ് ഒക്കെ ഭയങ്കര സമയമെടുക്കും. ഇങ്ങനെ എൻ്റെ വീട്ടിൽ OnePlusൻ്റെ TV ഉണ്ട്. അതിൽ ഇതേപോലെ തന്നെ അത് ഭയങ്കര സ്ലോ ആണെന്നല്ല, എന്നാൽ ഈ പറഞ്ഞുകൊണ്ട് കുറച്ച് സ്ലോ ആണ് ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ ആണത്. സോ ഇവർ അതാണ് ഇവിടെ സോൾവ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കും. അത്രയൊന്നും കിട്ടത്തില്ല, അത്ര ആ ലെവലിൽ ചിന്തിക്കേണ്ട. എന്നാലും ഞാൻ പറഞ്ഞ പോലെ ആപ്പ് ഓപ്പണിങ് ക്ലോസിങ് അതുപോലെ തന്നെ റീസ്റ്റാർട്ട് പവർ ഓഫ് ഫോണൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഇവിടെ. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. അത് തന്നെയാണ് അവരുടെ USP. ആൻഡ് അതുപോലെ ഇതിൻ്റെ സ്പെക്കിനെ പറ്റി പറയുകയാണെങ്കിൽ സ്പെക്കൊക്കെ പറയുന്ന ഔട്ട്ഡേറ്റഡ് ആയല്ലേ. ഇല്ല അറിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയണം. സ്പെക്ക് അറിയുകയാണെങ്കിൽ ഞാൻ അത് സ്ക്രീനിലിട്ടേക്കാം. ഇതാണ് ഇതിൻ്റെ സ്പെക്ക്. ഇതിൽ ഡോൾബി വിഷൻ ഉണ്ട്, അറ്റ്മോസ് ഉണ്ട്, അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്നില്ലേ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. സൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ സൗണ്ടിൽ ഡോൾബി എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, സറൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഡോൾബിയിൽ ഇടുമ്പോൾ സറൗണ്ട് കിട്ടില്ല, സറൗണ്ടിൽ ഇടുമ്പോഴേ സറൗണ്ട് കിട്ടുള്ളൂ. അതിലും സറൗണ്ടിൻ്റെ അകത്ത് പ്യുവർ സൗണ്ടും ഉണ്ട്, വേറെ സറൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനമുണ്ട്. അതിൽ പ്യുവർ സൗണ്ട് ഇടുമ്പോൾ സറൗണ്ട് കിട്ടും, പക്ഷേ അടിയിലുള്ള ഓപ്ഷൻ ഞെക്കിയിട്ട് 12ലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിലാണ് കുറച്ചും കൂടെ ഈ ഒരു സറൗണ്ട് ഫീൽ കിട്ടുന്നത്. അത് അടിപൊളിയാണ്, രസമുണ്ട് കേൾക്കാനായിട്ട്. സ്പീക്കർ അടിപൊളിയാണ് ഈ TVയുടെ. ആൻഡ് ഇത് 3 ഇഞ്ചിലാണ് വരുന്നത്. 43, 50, 55. ഇത് 43 ഇഞ്ചാണ്. നിങ്ങൾക്ക് ആവശ്യാനുസരണം വലുതോ ചെറുതോ എന്ത് വേണേലും മേടിക്കാം. 3 ഇഞ്ച് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 30,000 രൂപയാണ്. ഇതിന് 43-ന് 50-ന് കൂടും, 55-ന് കൂടും. ഇതാണ് പ്രൈസ് വരുന്നത്. ഈ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. ആമസോണിൽ സാധനം അവൈലബിൾ ആണ്. സോ ഇവരുടെ മെയിൻ USP, ഇവരുടെ വേറൊരു സാധനമുണ്ട്, ലൂമിയോ വിഷൻ 9. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന അതിൻ്റെ റിവ്യൂ ആയിരിക്കും. TV ലൂമിയോ അയച്ചു തന്ന ലൂമിയോ. അതെ. സോ അത്രയൊക്കെയാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. ആൻഡ് ഇതിൻ്റെ ലിങ്ക് ബയോയിലുണ്ടാവും. ആൾക്ക് മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കിട്ടത്തില്ല, നിങ്ങൾക്ക് കയറി മേടിക്കാമെന്നുള്ളൂ. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ലൂമിയോ വിഷൻ 7. അടുത്ത വിഷൻ 9 റിവ്യൂ ആയിരിക്കും. അത് വിഷൻ 7 ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഫോളോ ചെയ്യുക ഫോർ മോർ കൂൾ വീഡിയോസ്. ആൻഡ് ദിസ് ഇസ് ലൂമിയോ വിഷൻ പ്രസൻറ്റഡ് ബൈ